ഹായ് ഓൾ, വെൽക്കം ടു ജയിലൻ. ജയിലന്റെ ഒരു പുതിയ മലയാളം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കേട്ടറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കിലായിരിക്കും അല്ലെ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളത് എല്ലാവരും വളരെ തകൃതിയായിട്ട് നടക്കണമെന്ന് അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജയിലൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് പുറകെ ഞാൻ പറയാം. അതിനു മുമ്പ് കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക്, അതായത് K3 മലയാളം പരീക്ഷയ്ക്ക് നമ്മൾ നേരിട്ട കുറച്ച് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് മലയാളം എഴുതിയ കുട്ടികൾ പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ അപേക്ഷിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഒരുപാട് കൂടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു PG ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. HSAക്കും HSSTക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പഠന രീതിയുടെ ആ ഒരു പാറ്റേൺ തന്നെ മാറ്റേണ്ടി വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സത്യം തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 10ഓളം ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അതിന്റെ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളും അതിന്റെ ആ ചോദ്യത്തിന്റെ രീതികളും അതിലെ ഓപ്ഷൻസും അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്ന് വിശകലനം ചെയ്ത് നിങ്ങളൊന്ന് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അതോടൊപ്പം തന്നെ ജയിലൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു പുതിയ സമ്മാനം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. കാത്തിരിക്കുക, വീഡിയോ കാണുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, കേട്ടറ്റ് 3 മലയാളം 2024 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, പലർക്കും സംശയമുള്ളതാണ്, കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഇനി പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ വരുന്ന കേട്ടറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ വരുന്നുള്ള ഒരു ചാൻസ് എന്താണ്? അപ്പൊ പലരും പല സ്ഥലത്ത് നിന്ന് പറയുന്നുണ്ട് HSA വരും. അപ്പോൾ HSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്തായാലും കേട്ടറ്റ് പാസ് ചെയ്യേ പറ്റൂ. അപ്പൊ ഈ 2024 ജൂണിലെ K3 മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 10ഓളം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിലൂടെ നിങ്ങളുടെ സംശയം മാറിക്കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. അതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ 10 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല എടുത്തിരിക്കുന്നത്. ഒരു 10 ചോദ്യം അതിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത് കഥാപാത്രം ഏത് നോവലിലേതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലുള്ള ചോദ്യം ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് കേട്ടിട്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു 2024 ഈ ആദ്യത്തെ എക്സാം കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എവിടെയൊക്കെയോ കടന്നു പോന്നിട്ടുണ്ട്. അത് ഏത് കഥാപാത്രമാണ്, അപ്പുണ്ണി എന്ന കഥാപാത്രം ഏതൊരു നോവലിലേതാണ്, അള്ളാപ്പിച്ച മുല്ലാക്ക ഏത് നോവലിലെ കഥാപാത്രമാണ്, അതുപോലെ ഭീമനെ കഥാപാത്രമാക്കി MT രചിച്ച നോവൽ ഏതാണ്, ഇങ്ങനെയുള്ള തിരിച്ചു മറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയുള്ള ചോദ്യം ഇവിടെയും വന്നിട്ടുണ്ട്. അഗ്നി എന്ന് പറഞ്ഞ കഥാപാത്രം ഏത് നോവലിലേതാണ്? അപ്പോ അഗ്നി ഏത് കഥാപാത്രമാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒറോദ, മരണ സർട്ടിഫിക്കറ്റ്, പ്രവാചകൻ, നൃത്തം, പ്രവാചകന്റെ വഴി. 4 ഓപ്ഷൻസ് ആണ്. 4ഉം നമ്മള് മലയാളം സാഹിത്യ വിദ്യാർത്ഥികൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കൃതികളാണ് അല്ലെ? ഒറോദ ആരുടേതാണ്? കാക്കനാടന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവലാണ്. മരണ സർട്ടിഫിക്കറ്റ് ആനന്ദിന്റെ ഒരു പ്രത്യേകതയുള്ള നോവലിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. പേരില്ല അല്ലെ? കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. നൃത്തം M മുകുന്ദന്റെ നോവലാണ്, ആദ്യത്തെ സൈബർ നോവലാണ്. പ്രവാചകന്റെ വഴി നമ്മുടെ ഖസാക്കിന്റെ കഥാകാരനായ OV വിജയന്റെ നോവലാണ് പ്രവാചകന്റെ വഴി. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അഗ്നി എന്ന കഥാപാത്രം? സംശയിക്കേണ്ട, ഏതാണ്? ഓപ്ഷൻ C ആണ്. നൃത്തം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് അഗ്നിയും ശ്രീധരനും എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. ഓർത്തു വെക്കുക അല്ലെ? ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം. M മുകുന്ദന്റെ വളരെ മികച്ച സൃഷ്ടികളിൽ ഒന്നാണ് നൃത്തം. അതിലെ 2 കഥാപാത്രങ്ങളാണ് അഗ്നിയും ശ്രീധരനും. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടിയല്ലോ, നൃത്തമാണ് ഇവിടെ ആ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വീണ്ടും ഒരു നോവലാണ്. അപ്പൊ നമുക്ക് K3 മലയാളം പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ, നോവൽ എന്ന് പറയുന്നുള്ള സാഹിത്യ രൂപത്തിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾക്ക് നമുക്ക് വരാറുണ്ട്. ഏകദേശം 10 മാർക്കിലും ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. നോവൽ പഠനം, നോവൽ രചയിതാവ്, കഥാപാത്രം, പശ്ചാത്തലം, വർഷം, ഇതൊരു അടിസ്ഥാനമാക്കിയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ നോവൽ സാഹിത്യവുമായി വന്നിട്ടുണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടണം. അതിനുള്ള വഴി ഞാൻ പുറകെ പറയാം. ചോദ്യം നോക്കൂ,
താഴെ പറയുന്നവയിൽ ബെന്യാമിന്റെ നോവൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോവൽ ഏതെന്നല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലാത്തതേത്. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. എന്ന് വെച്ച് ബെന്യാമിന്റെ നോവൽ അല്ലാത്ത എന്ന് ചോദിച്ചിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ആളുടെ നോവൽ അല്ലാത്തെന്ന് ചോദിച്ചിട്ടില്ല. ഏത് നോവൽ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ നോവൽ എന്ന രീതിയിലേക്ക് ചോദ്യം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ബെന്യാമിനെ വായിക്കാത്തവർ വളരെ കുറവായിരിക്കുള്ളൂ. പ്രത്യേകിച്ച് ആടുജീവിതം എന്ന നോവലും ആടുജീവിതം എന്ന സിനിമയൊക്കെ ഇറങ്ങി കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒത്തിരി പേര് ബെന്യാമിന്റെ കൃതികളെ തേടി പോയിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ ബെന്യാമിന്റെ നോവൽ അല്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഉത്തരം വരുന്നത്? അടിയാള പ്രേതമാണോ, മഞ്ഞവെയിൽ മരണങ്ങളാണോ, നിശബ്ദ സഞ്ചാരങ്ങളാണോ, മുല്ലപ്പൂ നിറഞ്ഞ പകലുകളാണോ? ഏതായിരിക്കും ഉത്തരം വരുന്നത്? സംശയിക്കേണ്ട, ഉത്തരം എ ആണ്. അടിയാള പ്രേതമാണ് ബെന്യാമിന്റെ നോവൽ അല്ലാത്തത്. ബാക്കി മൂന്നും ബെന്യാമിന്റെ നോവലുകളാണ് അല്ലെ. നമുക്ക് ആടുജീവിതം മാത്രമേ അറിയുള്ളൂ ചിലർക്ക് അല്ലെ. ഞാൻ കളിയാക്കുന്നല്ല കേട്ടോ, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. മഞ്ഞവെയിൽ മരണങ്ങളൊക്കെ വായിച്ച് ഒരുപാട് പേരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ മുല്ലപ്പൂ നിറഞ്ഞ പകലുകൾ, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ മൂന്ന് നോവലുകൾ, മഞ്ഞവെയിൽ മരണങ്ങളും നിശബ്ദ സഞ്ചാരങ്ങളും മുല്ലപ്പൂ നിറഞ്ഞ പകലുകളും ബെന്യാമിന്റെ നോവലാണ്. അടിയാള പ്രേതം ആരുടേതാണ്? PF മാത്യൂസിന്റെ നോവലാണ് അടിയാള പ്രേതം എന്ന് പറയുന്ന നോവല്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം തിരക്കഥാകൃത്തും കൂടിയാണ് അല്ലെ. പണ്ട് 1980-ലോ 88-ലോ 86-ലോ തോന്നുന്നു തന്ത്രം എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഇറങ്ങിയാണ്. അതുപോലെ പുത്രൻ എന്ന് പറയുന്ന സിനിമ പണ്ട് ദൂരദർശൻ ചാനലില് ഏതാണ് മിഖായലിന്റെ സന്തതികൾ എന്ന പേരിൽ വന്ന സീരിയലിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പുത്രൻ എന്ന് പറയുന്ന സിനിമ. അതുപോലെ ഈമയൗ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അത് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾക്കൊക്കെ കഥയും തിരക്കഥയൊക്കെ എഴുതിയ വ്യക്തിയാണ് PF മാത്യൂസ്. അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ നോവലാണ് അടിയാള പ്രേതം എന്ന് പറയുന്നത്. ബാക്കി മൂന്നും ബെന്യാമിന്റേതാണ്. ക്ലിയർ ആയല്ലോ? ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ ഈ ചോദ്യം വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് കവിതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ എന്നാലും കവിതകൾ വെറുതെ തൊട്ടു നോക്കുന്നവർക്ക് ഇത് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ആശാന്റെ കവിതകളെ കുറിച്ചുള്ള ചോദ്യം വന്നിരിക്കുന്നത്. ആശാന്റെ കവിതകളിലെ 4 വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വീണപൂവ് എന്ന കവിതയിൽ ഉൾപ്പെടാത്ത ഏതാണ്? അപ്പൊ ഈ വീണപൂവ് എന്ന കവിത വായിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ വീണപൂവിലെ എല്ലാ വരികളും നമുക്ക് ഓർമ്മയുണ്ടാവോ? ശ്രീഭൂവിൽ അസ്ഥിര ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്ന ഒരു രാജ്ഞി കണക്കയേ നീ എന്നൊക്കെ നമുക്ക് പാടിയിട്ടുണ്ടാവാം അല്ലെ. പക്ഷെ നീ ലീല പൂണ്ടിളയ മൊട്ടുകളോട് ചേർന്നും എന്ന് പറഞ്ഞ വരികളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. എന്താണ് വദനം കവിൾ കാന്തിയാർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ടാവും. ചില വരികളൊക്കെ മറന്നു പോകുന്നു. ഇതുപോലെ ഈ മറവി പലർക്കും ഉണ്ടാവാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിലല്ലാത്ത വരി ഏതാണ്? അപ്പൊ ആശാന്റെ കവിതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരുപാട് തത്വങ്ങൾ കാണാൻ പറ്റും, ദർശനങ്ങൾ കാണാൻ പറ്റും. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ അല്ലെ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇതൊക്കെ ആശാൻ നമ്മളെ പഠിപ്പിച്ചതാണ് അല്ലെ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന നോക്കൂ. ശ്രീഭൂവിൽ അസ്ഥിര അതിനിന്ദ്യമീ നരത്വം ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ അവനിവാഴ്വു കിനാവ് കഷ്ടം. ഇത് 4 എന്താണ്? മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ ദർശനങ്ങളാണ്. ഇതിൽ വീണപൂവ് എന്ന കവിതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കി, ശ്രീഭൂവിൽ അസ്ഥിര അത് ഉറപ്പാ അല്ലെ. എന്തിലാണ്? വീണപൂവിലാണ് അല്ലെ. നമുക്കറിയാം, കാരണം ഭൂമിയിൽ ഐശ്വര്യം സ്ഥിരമല്ല പറഞ്ഞിരിക്കുന്ന വീണപൂവ് എന്ന കവിതയെ കുറിച്ചാണ്. ബാക്കി 3 അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് പോട്ടെ. ബാക്കി 3-ൽ ഏതാണ്? അതിനിന്ദ്യമീ നരത്വം ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ അവനി വാഴ്വു കിനാവ് കഷ്ടം. ഇവിടെ കൃത്യമായിട്ട് ആശാൻ കവിതകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവര്, ആശാൻ കവിതകളിലൂടെ സഞ്ചാരം നടത്തിയവർക്ക് നല്ല ഉത്തരം പെട്ടെന്ന് കിട്ടും. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാൻ കവിതകളെ തൊട്ട് നോക്കി പോയവർക്ക് ഉത്തരം കിട്ടില്ല. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതിനിന്ദ്യമീ നരത്വം എന്ന വരിയാണ്. ബാക്കി 3-ഉം വീണപൂവിൽ എവിടെയൊക്കെയോ പറഞ്ഞു പോയിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോ ഈ വരി എവിടെയാണ്? ഈ വരി ആശാന്റെ തന്നെ ലീല എന്ന കവിതയിലെ വരികളാണ്. ലീല എന്ന കവിതയിലെ വരികളാണ് അതിനിന്ദ്യമീ നരത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ഈ ചോദ്യം എല്ലാവരെയും എളുപ്പമാക്കി തീർത്തിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാൻ കവിതകൾ കൃത്യമായി മനസ്സിലാക്കാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടേറിയ ചോദ്യമായിരിക്കാം. ഈ രീതിയിലുള്ള ഒരു ചോദ്യം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വരികൾ ഏത് കവിതയിൽ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇന്ന വരി ആശാന്റെ അല്ലെങ്കിൽ വീണപൂവിൽ ഉൾപ്പെടാത്ത ഏത്, ഇന്ന കവിതയിൽ ഉൾപ്പെടാത്ത ഏത് എന്നുള്ള ചോദ്യം പുതിയതായിട്ടുള്ള തരം പാറ്റേൺ ആണ്. അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഗ്രാമർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു ചോദ്യമാണ്.
അഴക് എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്ന ചോദ്യം വന്നിരിക്കുന്നത്? നമുക്കറിയാം നാമങ്ങളെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. ഗുണനാമം, ദ്രവ്യനാമം, സർവനാമം, ക്രിയാനാമം. നമ്മൾ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാമങ്ങളെ വേർതിരിക്കുന്നത്, അതിൽ നിന്ന് സപ്പാട്ടായിട്ട് വീണ്ടും തിരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് ഗുണം എന്ന് പറയുന്നത് ഗുണത്തെ കുറിക്കുന്നതാണ്. ദ്രവ്യം എന്ന് പറയുന്ന ഒരു വസ്തുവിനെയോ സ്ഥലത്തിനെയോ കുറിക്കുന്നതാണ്. സർവനാമം എന്ന് പറയുന്നത് എല്ലാത്തിനെയും പൊതുവായി കുറിക്കുന്നതാണ്. ക്രിയാനാമം എന്ന് പറയുന്നത് ക്രിയയെ കുറിക്കുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് കൂടെ എന്താണ് അഴക്? എന്താണ് അവൻ? അഴകുള്ള പെൺകുട്ടി, അഴകുള്ള ആൺകുട്ടി അല്ലെ, അഴകുള്ള പൂവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ എന്താ? അതിനൊരു ഗുണാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരത്തിൽ ഏതാ വന്ന്? ഓപ്ഷൻ എ ആണ്, ഗുണനാമമാണ്. ഈ ചോദ്യം ആരെയും ബുദ്ധിമുട്ടിക്കില്ല. 100% പേർക്കും ഈ ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. 1 മാർക്ക് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ പറ്റിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളും വരാൻ ചാൻസ് ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. എന്നാലും ബാക്കി ചോദ്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ പറ്റിക്കപ്പെടാം. ഓക്കെ, അടുത്ത നോക്കാം. നോക്കൂ. കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിദാനിയും ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. ഈ ആരോട് പറഞ്ഞ വാക്കുകളാണിവ? ഇത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. കർണഭൂഷണത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതേപോലെ ആര് പറഞ്ഞു, സന്ദർഭം ഏത്, അല്ലെങ്കിൽ ഏത് കവിതയിൽ നിന്ന്, പശ്ചാത്തലം എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വന്നിരിക്കുന്നത് ആരോട് പറഞ്ഞു? എന്താണ്? ദക്ഷിണ നിനക്ക് വേണ്ടുവോളം കിട്ടിയില്ലേ ശിഷ്യനിൽ നിന്ന്, ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൊടുത്ത് ശിഷ്യനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭം ഏതാണ്? ഓപ്ഷൻ നോക്കാം. പാർവതി ശിവനോട്, അംബ പരശുരാമനോട്, മേനക വിശ്വാമിത്രനോട്, ഗാന്ധാരി ദ്രോണരോട്. ഇവിടെ നമുക്ക് ശിഷ്യൻ അല്ലെങ്കിൽ എന്താണ് ശിഷ്യന് കൊടുക്കുക എന്ന് പറയും, ഗുരുവിനോട് പറയുകയാണ്. അപ്പൊ ശിഷ്യൻ ഇവിടെ വരുന്നത് ഏതാണ്? അംബ പരശുരാമനോട് എന്ന് പറയുമ്പോൾ പരശുരാമന് ശിഷ്യൻ വരുന്നുണ്ടോ? അംബ പറയുമോ? ഇല്ല. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മേനക വിശ്വാമിത്രനോട്, ഇവിടെ ആരാ? മേനകയും വിശ്വാമിത്രനും. വിശ്വാമിത്രന്റെ മകളാണ് മേനക, അപ്പൊ അതുമല്ല. ഗാന്ധാരി ദ്രോണരോട്, ദ്രോണര് ഗുരുവാണെന്ന് അറിയാം അല്ലെ, പാണ്ഡവരുടെയും കൗരവരുടെയും. അപ്പൊ ഗാന്ധാരി ദ്രോണരോട് പറഞ്ഞിട്ടുണ്ടാവോ? അല്ലെങ്കിൽ പാർവതി ശിവനോട്, പാർവതി ഭർത്താവാണ്, പാർവതിയുടെ ഭർത്താവാണ് ശിവനാണ്. അപ്പൊ ശിവൻ, ഇത് രണ്ടുമാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ഇങ്ങനെ ലോജിക്കലി നമുക്ക് അത് ആലോചിക്കുമ്പോൾ സംശയം വരാം. പക്ഷെ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആശാന്റെ കവിതകൾ പറഞ്ഞ പോലെ തന്നെ ആരുടെ കവിതയാണ്? വള്ളത്തോളിന്റെ കവിതയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വള്ളത്തോൾ കവിതകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട 2 ഖണ്ഡകാവ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അച്ഛനും മകളും, 2 ശിഷ്യനും മകളും. മറ്റു ഖണ്ഡകാവ്യങ്ങളുണ്ട്, ഞാൻ ഇവിടെ മാറ്റി നിർത്തുന്നത് ഇത് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അപ്പൊ അച്ഛനും മകളിലും ആരാ വരുന്നത്? മേനകയും വിശ്വാമിത്രനും വരുന്നത്. ശിഷ്യനും മകളിലും ആരാ വരുന്നത്? പരശുരാമനും അദ്ദേഹത്തിന്റെ ഗുരുവായ ശിവനുമാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കത്തണം, ശിവൻ പരശുരാമൻ, ഗുരു ശിഷ്യനാണ്. അപ്പൊ പരശുരാമൻ എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? മകൻ ഗണപതിയായിട്ട്, ശിവന്റെ മകൻ ഗണപതിയായിട്ട് ഒരു യുദ്ധം ഉണ്ടായി അല്ലെ. എന്നിട്ട് ഗണപതിയുടെ കൊമ്പ് മുറിച്ചു. അപ്പൊ ആര് പറയുന്നു? പാർവതി ശിവനോട് പറയാണ്, ഇനിയും എന്താ വല്ലതും ഉണ്ടെങ്കിൽ ശിഷ്യന് കൊടുത്തോ, കിട്ടിയപ്പോ മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഏതാ? പാർവതി ശിവനോട്. കവിതയുടെ പേരെന്താണ്? ശിഷ്യനും മകനും. ഈ കവിതയിലെ, ഈ ഖണ്ഡകാവ്യത്തിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്, ശിഷ്യനും മകനും. ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇനി ഒട്ടും കവിത വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, പുരാണ കഥകളൊക്കെ അറിയുന്നവരാണെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്താം. ഇനി അഥവാ കവിത വായിച്ചവർക്കാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മള് ആശാന്റെ കവിതയിലെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉത്തരത്തിലേക്ക് എത്തണം. വള്ളത്തോൾ കവിതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഉത്തരത്തിലേക്ക് എത്തണം. ഇതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യമായിരിക്കാം. നോക്കാം. അടുത്തത്, കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആരുടെ ആത്മകഥയാണ്? വ്യാഖ്യാനം ഏതാണ്? പഠനഗ്രന്ഥം ഏതാണ്? ആത്മകഥ ഏതാണ്? ജീവചരിത്രം ഏതാണ്? ഇതൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാവും, കേൾക്കാത്ത ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. ഇതിന് ഉത്തരം ചിലപ്പോ പലർക്കും കിട്ടിയെന്ന് വരില്ല. ഏതാണ് ഈ ഉത്തരം വരുന്നത്? കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആത്മകഥയാണ്. ആരുടേതാണ്? MP പരമേശ്വരൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഇതിൽ MC നമ്പൂതിരിപ്പാടും RVG മേനോനും MP പരമേശ്വരനും ഒക്കെ ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതുപോലെ യുറീക്ക ശാസ്ത്രമാസികളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരും ശാസ്ത്രജ്ഞന്മാരുമാണ് ഇവർ 3 പേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലേഖനങ്ങളും ഇവരുടെ പഠന ഗ്രന്ഥങ്ങളൊക്കെ ഒത്തിരി പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ്. സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ എല്ലാവരും ഇത് വായിച്ചു കൊള്ളണമെന്നില്ല. ഈ ഒരു ചോദ്യം പലരെയും കുഴപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇതിനൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പരന്ന വായനാശീലവും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആരുടേതാണ്? MP പരമേശ്വരന്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം നോക്കി.
പ്രതിചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള നോവൽ ഏതാണ്? പ്രതിചരിത്രം എന്ന് പറയുന്നതാണ് ചരിത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന നോവൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? അന്ന് 21 മാർത്താണ്ഡവർമ്മ, ജനകഥ, ഓഗസ്റ്റ് 17. ഇതിൽ ചരിത്രം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും എവിടേക്ക് ഓടിയെത്തും? മാർത്താണ്ഡവർമ്മയിലേക്ക് എത്തും. പക്ഷെ തെറ്റാണ്. ഇത് ചരിത്ര നോവലാണ്. CV രാമൻപിള്ളയുടെ 3 ചരിത്ര നോവലുകളിൽ ഒന്നാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതല്ല അവിടെ വരുന്നത്. പിന്നെ ഓഗസ്റ്റ് 17, ജനകഥ, അന്ന് 21. ഇത് 3ഉം ചരിത്രങ്ങളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട കൃതികളാണ്. അന്ന് 21 എഴുതിയത് റഹ്മാൻ എഴുതിയ നോവലാണ് ഏത്? അന്ന് 21 എന്ന് പറയുന്നത് റഹ്മാൻ കിടങ്ങഴി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള നോവലാണ്. ജനകഥ എഴുതിയത് N പ്രഭാകരനാണ്. N പ്രഭാകരൻ എഴുതിയ നോവലാണ് ജനകഥ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 17 എഴുതിയത് S ഹരീഷാണ്. S ഹരീഷിന്റെ പ്രശസ്തമായ ഒരു പുതിയ നോവലാണ് ഓഗസ്റ്റ് 17 എന്ന് പറയുന്നത്. ഇത് 3ഉം ചരിത്രാഖ്യായികൾ തന്നെയാണ്. എന്നാൽ പ്രതിചരിത്രം ചരിത്രത്തിന് നേർ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സർ CPയുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടും മണിയരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടും ഇന്ത്യയും തിരുവിതാംകൂറും വിഭജന കാലത്ത് വേർപെട്ട രാജ്യങ്ങളും എല്ലാം വ്യത്യസ്തമായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു വിഷയം കൈകാര്യം ചെയ്ത നോവലാണ്. അതാണ് ഇവിടെ പ്രതിചരിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 17 ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. S ഹരീഷിന്റെ ഓഗസ്റ്റ് 17 പ്രതിചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന നോവൽ എന്ന് പറയുന്നത്. ബാക്കി രണ്ടുമെല്ലാം അന്ന് 21 ജനകഥയൊക്കെ ചരിത്രം പറയുന്ന നോവലുകളാണെങ്കിൽ തന്നെയും അത് ചരിത്രത്തെ അപ്പാടെ പറയുന്നതാണ്. മാർത്താണ്ഡവർമ്മ പറഞ്ഞ പോലെ അതേ രീതിയിൽ പറയുന്നതാണ്. എന്നാൽ ചരിത്രത്തിന്റെ വേറെ രീതിയിൽ പറയുന്ന അതിനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആഖ്യാതാവുന്ന രീതിയിൽ പറയുന്ന ഒരു നോവലാണ് എന്ത്? ഈ പറയുന്ന ഓഗസ്റ്റ് 17 S ഹരീഷിന്റെ വളരെ പ്രശസ്തമായ പുതിയ നോവൽ. ഓക്കെ, അപ്പൊ ഇതും നോക്കൂ. ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കുമ്പോഴും കൃത്യമായിട്ട് എഴുതാൻ ഉത്തരം കിട്ടണമെന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും വരുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദിവസേനയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ജാഗരൂകരായിരിക്കുന്നവർക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെയുള്ള സംശയം മാർത്താണ്ഡവർമ്മ ചരിത്ര നോവലാണ്. ഇത് 3 ചരിത്ര നോവലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രതിചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇങ്ങനെയുള്ള വിശേഷണങ്ങളിലൂടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുകയാണെന്ന് ഓർത്തു വെക്കുക. പിന്നെ നോക്കാം, വ്യാകരണമാണ്. നിങ് അധികം കൾ. ഓക്കെ, നിങ് അധികം കൾ, നിങ്ങൾ എന്നത് കേരള പാണിനിയുടെ 6 നയങ്ങളിൽ ഏതിന് ഉദാഹരണമാണ്? സിമ്പിൾ ആണല്ലേ, നമ്മൾ ഡിഗ്രി താളം തുടങ്ങി പഠിക്കുന്നതാണ് അല്ലെ. എന്താണ് നിങ് അധികം കൾ, നിങ്ങൾ എന്നത് ഏത് നയമാണ്? നമുക്കറിയാം 6 നയങ്ങളിൽ. 1 താലവ്യാദേശം, 2 ഓർഡർ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, താലവ്യാദേശം, അന്നാസികാദി പ്രസരം, സ്വരസംവരണം, ഗിലോപ സംഗ്രഹം. പിന്നെ ഏതൊക്കെയാണ്? അംഗഭംഗം ഉണ്ട്. പിന്നെ ഏതാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, പുരുഷഭേദ നിരാസം ഉണ്ട് അല്ലെ. ഇങ്ങനെ 6 നയങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 നയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 6 നയങ്ങളിൽ 6 നയങ്ങളും കൊടുത്തിട്ടില്ല, 4 കൊടുത്തിട്ടുണ്ട്. എങ്കിലും എന്താണ് ഈ പറയുന്ന നിങ്ങൾ എന്ന രീതിയിൽ വരുന്നത് ഏതാണ്? ഓർത്തു വെക്കാൻ മനസ്സിലാവും. നിങ് അധികം കൾ, ഇവിടെ അനുനാസികമാണ് വരുന്നത് അല്ലെ. അനുനാസികമാണ് വരുന്നത് നമുക്കറിയാം. ങ എന്ന് പറയുന്ന അനുനാസികമാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു അക്ഷരത്തെയും കൂടി എന്താക്കി മാറ്റുന്നു? അനുനാസികമാക്കി മാറ്റുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഉത്തരം ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അനുനാസികാദി പ്രസരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇത് ആരെയും കുഴപ്പിക്കുന്ന ചോദ്യമല്ല. ഉത്തരം അതാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, കവിതയിലെ വരികളാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആരുടെ കവിതകൾ എന്ന രീതിയിൽ. എങ്കിലും വന്നിരിക്കുന്ന ഉത്തരാധുനിക കവിതയാണ്. നോക്കൂ, ഇന്ന് വാക്കുകൾക്ക് ഒരു പകിട്ടുമില്ല, മുനപോയ ഉളി കൊണ്ട് പണിയുന്ന ആശാരിയാണ് കവി. ആലയില്ലാത്ത കൊല്ലൻ, ചുറ്റികയും കരണ്ടിയും ഇല്ലാത്ത കൽപ്പണിക്കാരൻ, പണി നടന്നേ പറ്റൂ. ആരുടെ വരികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആരുടെ വരികളാണ്? ഓപ്ഷൻ എന്തൊക്കെയാണ്? ഡി വിനയചന്ദ്രൻ, കടമനിട്ട രാമകൃഷ്ണൻ, വീരാൻകുട്ടി, S ജോസഫ്. ആരുടെ വരികളാണത്? ഇവിടെ വരികൾ എന്ന് പറയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉത്തരാധുനിക കാവ്യരംഗത്തെ വളരെ മനോഹരമായ വരികളാണ് എന്ന് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എപ്പോഴും പറയുന്ന പോലെ, മലയാള സാഹിത്യ വിദ്യാർത്ഥികള് എല്ലാ കൃതികളിലും വരുന്ന വാർത്തകളിലും കൃതികളിലും പുതിയ പുതിയ സൃഷ്ടികളിലൊക്കെ എപ്പോഴും നിതാന്ത ജാഗരൂകരായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള മത്സര പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഉത്തരങ്ങള്, ഈ ചോദ്യങ്ങള്, അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇത് ഉത്തരാധുനിക സാഹിത്യത്തിലുള്ള, ഉത്തരാധുനിക കവിതയിലുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം വേറെ ആരുടേതല്ല, ഓപ്ഷൻ
ഡി ആണ് എസ് ജോസഫ് സാറിന്റെ വളരെ മനോഹരമായ വാക്കുകൾ എന്ന കവിതയിലെ വരികളാണത്. വാക്കുകൾ എന്ന കവിതയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. കവിത വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എസ് ജോസഫിന്റെ ഈ വാക്കുകൾ എന്ന കവിതയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ദളിത് സാഹിത്യ സൃഷ്ടിയുടെ വക്താവും കൂടിയാണെന്ന് അറിയാലോ. കറുത്ത കല്ല്, ചന്ദ്രനോടൊപ്പം തുടങ്ങിയ കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ വീരാൻകുട്ടി മറ്റൊരു ഉത്തരാധുനിക സാഹിത്യകാരനാണ്. തൊട്ട് നടക്കുമ്പോൾ തുടങ്ങിയ കൃതികളൊക്കെ നമുക്കറിയാം. കടമ്മനിട്ടയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ചാക്കാലയും കുറത്തിയും ശാന്തയൊക്കെ നമുക്ക് തന്നത് ഡി വിനയചന്ദ്രന്റെ ഒരുപാട് കൃതികൾ നമുക്കറിയാം. അദ്ദേഹം ചൊൽക്കാഴ്ചകളിലൂടെ കവിതകളെ സമ്മാനിച്ച കവിയാണ്. അപ്പോ കണ്ടോ, ഇതില് പറയുന്ന ഓരോ കാലഘട്ടം മീൻസ് വലിയ വ്യത്യാസമില്ലാത്ത കാലഘട്ടങ്ങളിൽ തന്നെയുള്ള കവികളെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. വിനയേന്ദ്രനും കടമ്മനിട്ടയും നമുക്ക് തന്ന അതേ അറിവുകളിൽ നിന്ന് വ്യത്യസ്തമായ കവിതകൾ രചിച്ച വീരാൻകുട്ടി എസ് ജോസഫ് ഇടം പിടിച്ചു. അപ്പൊ നമുക്ക് സംശയാസ്പദമായ ഓപ്ഷൻസ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു വായനയും പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. 10 രീതിയിലാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം എടുത്തത് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം കവിതയും നോവലും അതുപോലെ തന്നെ ചില ഗ്രാമർ ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തത്. ഇതിന്റെ രീതി എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഈ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചത്. അപ്പോ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനിയും കരുതിയിരിക്കുന്ന വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. അതിനുവേണ്ടി ജയലേൺ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മളുടെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ എല്ലാ വിധമുള്ള നോട്ട്സുകളും ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് മലയാളം K3 മലയാളം ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജയിലേണിൽ ജോയിൻ ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിലാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കേട്ടറ്റ് 3 പരീക്ഷകൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് വരുന്ന HSA കോഴ്സ് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കോംബോ ഓഫർ കൂടി ഉണ്ട്. അപ്പൊ അതുകൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഈ ജയലേണിന്റെ കോഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള 2 നമ്പർ ഉണ്ട്. 9778285055, അതുപോലെ 7356624751. ഇതിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫീസിനെ കുറിച്ചൊക്കെ അറിയാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി വരുന്ന കേട്ടറ്റ് വളരെ നിർണായകമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജയലേണിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഖാദർ കമ്മിറ്റിയെ കുറിച്ചുള്ള റിപ്പോർട്ടൊക്കെ എല്ലാം വളരെ വിശദമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അതിന് ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ജയലോണിനോടൊപ്പം ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് വിജയം നേടാം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.